കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹാകൃപ പകർന്നു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മതിയായത്. മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ജനം രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവരോ മുൻപേ ഉയർത്തെഴുന്നേറ്റ് അവർ തേജസ്സിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഇനി സംഭവിപ്പാൻ പോകുന്ന ശ്രേഷ്ഠതേറിയ വാഗ്ദത്തമാണ് കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവിൽ നാം തേജസ്കരണം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ്. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നിത്യമായി തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് ദൈവത്തോട് ആ എറ്റേണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും? കടക്കും. ഈ പ്രത്യാശ കൊണ്ട് അന്യോന്യം എന്ത് ചെയ്യുവിൻ? ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി അതിശ്രേഷ്ഠമായതാണ്. തീമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സദാകാലത്തിന് മുമ്പേ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇവിടെ ഊന്നൽ നൽകി പറയുന്നത് ദൈവം വിളിച്ചിരിക്കുന്ന വിളി വിശുദ്ധ വിളി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധനായ ദൈവം ദൈവജനത്തെ തൻ്റെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് സദാസമയവും ഉണ്ടായിരിക്കണം. വിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ലോകപ്രകാരമുള്ള കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ഇവിടെ ആയിരിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറം ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമ്മളായിരിക്കുകയും തൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും കർത്താവിൻ്റെ വരവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണമാണ് വിശുദ്ധ വിളി കൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ആ വേദഭാഗത്തിൽ നമുക്ക് വീണ്ടും വരാം. അവൻ നമ്മെ രക്ഷിക്കുകയും, കണ്ടോ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെ രക്ഷിച്ചു. എവിടെ നിന്ന് രക്ഷിച്ചു? നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ എന്തിരിക്കുന്നു? രക്ഷിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ ഇൻപങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പാപ വഴികളിൽ നിന്നും ലോകത്തിൻ്റെതായിട്ടുള്ള സംസ്കാരങ്ങളിൽ നിന്നും ദൈവം നമ്മെ എന്തിരിക്കുന്നു? രക്ഷിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൽ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? പങ്കാളികളാക്കിയിരിക്കുന്നു. ദൈവരാജ്യത്തിലോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ദൈവരാജ്യത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ആത്മാവിൻ്റെ ഫലമുണ്ടായിരിക്കും. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും അതുപോലെ ഇന്ദ്രിയ ജയമുള്ളവരായും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിൻ്റെ ഫലത്തിൽ സന്തോഷിപ്പാൻ, നീതീകരണം ലഭിച്ചതിലൂടെ ആനന്ദിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം
ദൈവരാജ്യത്തിൻ്റെ അനുഭവം ദൈവം നമുക്ക് നൽകുവാനാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിത്യമായാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ. അതിന് കാരണം നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടല്ല ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്, രക്ഷിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ രക്ഷിക്കുകയും തൻ്റെ വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. ഗ്ലോറി ടു ഗോഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധനായ പൗലോസ് ഈ കാര്യം വെളിപ്പെടുത്തുമ്പോൾ ലോകപ്രകാരമുള്ള പാപവഴികളിൽ ആയിരുന്ന ജനത്തോടല്ല അവിടെ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ന്യായപ്രമാണം ലഭിച്ച ദൈവത്തിൻ്റെ ജനം ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം വില കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ദൈവമക്കൾക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് എന്ത്, നിത്യജീവൻ എന്നുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം ഒരുക്കിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, വിശ്വാസ നീതീകരണം എന്നുള്ളതിലാണ് പിതാവാം ദൈവം പുത്രനെ ക്രൂശിൽ എന്ത് ചെയ്യുന്നത്, പരമയാഗമായി തീർക്കുന്നത്. അങ്ങനെ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുകയും കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് രക്ഷയ്ക്കായി ക്രൂശ് മരണം വിശ്വസിക്കുകയും നീതീകരണത്തിനായി പുനരുദ്ധാനം വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾ അവർ ചെയ്ത പ്രവൃത്തികൾ നിമിത്തമല്ല, ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, സകല കാലത്തിനു മുൻപേ, ഹല്ലേലൂയ, സകല കാലത്തിനു മുൻപേ. ഇന്ന് ഈ കാലഘട്ടം കൃപായുഗമാണ്, കൃപയുടെ കാലഘട്ടമാണ്. അതിനു മുമ്പ് ന്യായപ്രമാണത്തിന്റെ യുഗമാണ്, അതിനു മുൻപ് മനസാക്ഷി യുഗമാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പല പല കാലഘട്ടങ്ങൾക്കും മുൻപ്, ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപ് യേശുക്രിസ്തുവിലൂടെ നമ്മെ പിതാവാം ദൈവം നിത്യരക്ഷയ്ക്ക് വേണ്ടി എന്തിയിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു. സകല കാലത്തിന് മുൻപേ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും 10-ാം വാക്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ മരണം നീക്കുകയും കണ്ടോ, എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നൽകുന്നത്. ഇപ്പോൾ എന്തിനെയാണ് നീക്കിയിരിക്കുന്നത്, മരണത്തെ. ഹല്ലേലൂയ. ദൈവത്തിനല്ലാതെ മരണത്തെ നീക്കിക്കളയുവാൻ കഴിയത്തില്ല. നാം സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്. പക്ഷേ ആ ജഡത്തിൽ വെളിപ്പെട്ടവൻ മരണത്തെ എന്ത് ചെയ്യേണ്ടി വന്നു, നേരിടേണ്ടതായിട്ട് വന്നു. കാരണം പാപത്തിൽ വീണുപോയ മനുഷ്യനെ അതിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ ശിക്ഷാവിധി നടപ്പിലാക്കിയേ മതിയാത്തുള്ളൂ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. യേശു എന്തുകൊണ്ട് ശപിക്കപ്പെട്ടവനായി ആ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നു? എന്റെ ശാപം കർത്താവിന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, എന്റെ ശാപം അവന്റെ മേലായി, അവൻ തൂക്കപ്പെട്ടു. എനിക്ക് പകരം ക്രിസ്തു എന്ത് ചെയ്തു, മരണപ്പെട്ടു. എന്നാലോ എനിക്ക് ലഭിക്കേണ്ടിയ ജീവനും കൊണ്ട് കർത്താവ് 3-ാം ദിവസം എന്ത് ചെയ്തു, പുനരുദ്ധാനം പ്രാപിച്ചു. അതുകൊണ്ടാണ് അവിടെ വാക്യം പറയുന്നത്, ഇപ്പോൾ മരണത്തെ നീക്കുകയും, യേശുക്രിസ്തുവിലൂടെ മരണത്തെ നീക്കി പുതിയ പ്രത്യാശ, ജീവന്റെ പ്രത്യാശ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു, പകരുന്നു. മരണത്തെ നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും. കണ്ടോ, 2 പദം അവിടെ പറയുന്നുണ്ട്. സുവിശേഷത്തിൽ ഈ 2 കാര്യമുണ്ടെന്ന്. എന്താണ് ഇവിടെ പറയുന്ന കാര്യം? മരണം നീക്കിക്കൊണ്ടും ജീവനും അക്ഷയതയും. ലോകത്തിലുള്ള സകല കാര്യങ്ങളും എന്നുള്ളതാണ്, ക്ഷയമുള്ളതാണ്. എന്നാലോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷത്തിലൂടെ നമുക്ക് നിത്യജീവൻ ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് അത് അവകാശമാക്കുവാൻ കഴിയും. സുവിശേഷത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. എന്നാൽ ഈ പറയുന്ന അത്ഭുതങ്ങളോ അടയാളങ്ങളോ എല്ലാം തന്നിൽ വിശ്വസിപ്പാനുള്ളതാണ്. എന്നാൽ യഥാർത്ഥമായ സത്യസുവിശേഷം എന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന ജീവനെ ദൈവം വച്ചിരിക്കുന്നു. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും. ഗ്ലോറി ടു ഗോഡ്. നമ്മളായിരിക്കുന്ന ഈ ഭൗമിക ശരീരം ക്ഷയമുള്ളതാണ്. അല്ലെ, അന്തിമമായി നമ്മുടെ ശരീരം ഈ മണ്ണോടെന്ത് ചെയ്യും, ചേരും. സദൃശവാക്യത്തിൽ സഭാപ്രസംഗിയിൽ പറയുന്നത്, ആത്മാവോ അതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് പോകും, ശരീരമോ ഈ മണ്ണോടെന്ത് ചെയ്യും, ചേരും. ഗ്ലോറി ടു ഗോഡ്. പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് തന്നെ എന്ത് ചെയ്യും, ചേരും. എന്നാലോ
അതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തൻ്റെ ജീവശ്വാസം അവനിൽ ഊതി. ആ ജീവശ്വാസമോ അത് ഊതിയവന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യും? മടങ്ങിപ്പോകും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഈ ക്ഷയമുള്ള അനുഭവത്തിലായിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവിന് എന്ത് കിട്ടിയേ പറ്റത്തുള്ളൂ? ജീവൻ ലഭിച്ചേ പറ്റത്തുള്ളൂ. ഈ ജീവൻ ദൈവം എവിടെയാണ് വച്ചിരിക്കുന്നത്? സുവിശേഷത്തിൽ. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ജീവന്റെ പകർച്ച കേൾക്കപ്പെടുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. കേൾക്കുന്ന വ്യക്തിയോ സുവിശേഷത്തിൽ നിന്ന് തനിക്ക് നിത്യജീവനിലേക്ക് കടക്കാനുള്ള ജീവൻ തന്നിൽ വ്യാപരിക്കണമെന്നുള്ള വാഞ്ചയോടുകൂടി അവനും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഇരിക്കണം. ലോകത്തിലേക്കുള്ള ഭൗമികമായ അനുഗ്രഹങ്ങൾ നിറയപ്പെടുന്ന ഒരു വ്യക്തിയും ഈ ജീവൻ എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കത്തില്ല. അല്ലെ, ഒരു കുടം കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം എത്ര ഒഴിച്ചാലും അതിലെന്ത് ചെയ്യത്തില്ല? വെള്ളം നിറയത്തില്ല. നമ്മുടെ ഉള്ളം നിത്യജീവന് വാഞ്ചിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ വായ് ദൈവസന്നിധിയിൽ വിസ്താരത്തോടുകൂടി തുറന്നിരിക്കുന്നുവെങ്കിൽ, സുവിശേഷം നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ധ്യാനിക്കുന്നുവെങ്കിൽ, നമ്മളത് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സുവിശേഷം ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള വാഞ്ചയോടുകൂടി കേൾക്കുവാൻ നമ്മളായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ വായ് വിസ്താരത്തിൽ തുറന്ന ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, അതിനെ നിറയ്ക്കുവാൻ, ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുവാൻ, അക്ഷയത വരുത്തുന്ന സുവിശേഷം നിറയ്ക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഇവിടെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? ജീവനും അക്ഷയതയും. സുവിശേഷത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. ക്ഷയമില്ലാത്തത് വെളിപ്പെടുത്തുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. നിലനിൽക്കുന്ന രാജ്യത്തെക്കുറിച്ചും നിലനിൽക്കുന്ന ദൈവികമായ കൂട്ടായ്മയെക്കുറിച്ചും, ഹല്ലേലൂയ, പുനരുത്ഥാനത്തിൽ ലഭിക്കുന്ന ആത്മശരീരം അത് ക്ഷയിച്ചു പോകാത്തതാണെന്നും, ഈ മൺകൂടാരത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ഈ സത്യത്തെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഉയരത്തിലെ ശക്തി എന്ത് ചെയ്യണം? പ്രാപിക്കണം. ഈ മൺകൂടാരത്തിൽ അത് പ്രാപിക്കുവാൻ എന്ത് ചെയ്യും? കഴിയും. ആ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളും മാത്രമല്ല അവന്റെ കഷ്ടാനുഭവങ്ങളും അതിനപ്പുറത്തേക്ക് യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും എനിക്കറിയണമെന്ന് പൗലോസ് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. പൗലോസ് മാത്രമുള്ള ആഗ്രഹമായിരിക്കരുത്, നമ്മുടെയും ജീവിതത്തിലെ ആഗ്രഹം അതായിരിക്കണം. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അനുഭവിപ്പാൻ വിശുദ്ധനായ പൗലോസിന് മാത്രമല്ല സാധ്യമാകുന്നത്, തന്റെ ആത്മപകർച്ച ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കും അത് സാധ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയും വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ, അപ്പോൾ സുവിശേഷത്തിലൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത സംഭവിക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നിത്യജീവനും അക്ഷയതയും എന്ന സുവിശേഷം എന്ത് ചെയ്യും? വെളിപ്പെടും. സുവിശേഷത്തിൽ ആര് പ്രത്യക്ഷമാകണം? ഇവിടെ വചനം പറയുന്നു, നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ. ഗ്ലോറി ടു ഗോഡ്. വചനത്തിൽ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യണം? വെളിപ്പെടണം. ആ പ്രത്യക്ഷത എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം വരുമ്പോൾ, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. 2-ാം വാക്യത്തിൽ വരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വചനം ദുർലഭമായിരുന്നാൽ ദർശനം നഷ്ടപ്പെടും. ഹല്ലേലൂയ. വചനത്തിലൂടെയാണ് കർത്താവിന്റെ വെളിപ്പെടൽ. കർത്താവിനെ കാണുവാനുള്ള ദർശനമാണ് പ്രധാനം. വചനത്തിലൂടെയുള്ള വെളിപ്പെടൽ എന്ന് പറയുന്നത്, ആ വെളിപ്പെടൽ ക്രിസ്തുവാണ്. ഗ്ലോറി ടു ഗോഡ്. യേശു ക്രിസ്തുവാണ് വചനത്തിലൂടെ എന്ത് ചെയ്യേണ്ടത്? വെളിപ്പെടേണ്ടത്. ഇവിടെ പറയുന്നതും കർത്താവിന്റെ പ്രത്യക്ഷത എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വായിച്ചത്. അപ്പോൾ വചനത്തിന്റെ ദുർലഭമുണ്ടെങ്കിൽ ദൈവത്തെ ദർശിക്കാനുള്ള ദർശനവും അവിടെ എന്ത് ചെയ്യും? കുറവുണ്ടാവും. തന്നിമിത്തം എന്ത് സംഭവിക്കുന്നു? പാപം നിമിത്തമുള്ള മരണവും എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. അവിടെ ഏലി പുരോഹിതന്റെ കണ്ണും എന്ത് ചെയ്യുന്നു? മങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ വായിച്ചു വരുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം
ആ ചാപ്റ്ററിൽ നിന്നല്ലാത്തത് കൊണ്ട് നമുക്ക് ഏറെ സമയം അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ സാധിക്കത്തില്ലെങ്കിലും വേഗത്തിൽ അതിൻ്റെ 19-ാം വാക്യം വരുമ്പോൾ, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ശമൂവേൽ ബാലനോട് കൂടി കർത്താവ് ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല ദൈവം. ഗ്ലോറി ടു ഗോഡ്. ദാൻ മുതൽ ബർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. പ്രവാചകൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തേണ്ട ആവശ്യമുണ്ട്. ആ വിശ്വസ്തത ജനവും എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ടു. നേരത്തെ നമ്മൾ ചിന്തിച്ചെന്താണ്? ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് എന്ത് ചെയ്തു? വെളിപ്പെട്ടു. വചനം പ്രസംഗിക്കുമ്പോൾ വെളിപ്പെടേണ്ടിയത് യേശുവാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. വചനത്തിൽ ദൈവം വെളിപ്പെടണം. ദൈവം വചനമാകും, വചനമാണ് ദൈവം. വചനത്തിൽ ക്രിസ്തു വെളിപ്പെട്ടു. ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആ വചനത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എന്താണ്? ജീവനും അക്ഷയതയും ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവന്റെ ഉറപ്പെന്ത് ചെയ്യും? ഉണ്ടാകും. ഇവിടെ ശമൂവേലിന് ദൈവം എങ്ങനെ വെളിപ്പെട്ടു എന്നാണ്? യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ടു. ആമേൻ. വചനത്തിൽ ദൈവം വെളിപ്പെടണം. വചനത്തിൽ ക്രിസ്തു വെളിപ്പെടണം. വചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ രോമാഞ്ചമുണ്ടാകുന്ന ഒരു വാക്യം അവിടെ കിടക്കുന്ന എന്താണെന്നറിയോ? യഹോവ വീണ്ടും വീണ്ടും പ്രത്യക്ഷമായി. വചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു ദൈവസഭയിൽ വചനത്തിലൂടെ ദൈവം ആവർത്തിച്ച് വെളിപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി. എന്തിനു വേണ്ടി വെളിപ്പെടുന്നു? ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുവാൻ. നിത്യജീവനും ആ ലഭിക്കുന്ന നിത്യജീവനും ഒരു കാലത്തിലും ക്ഷയം എന്ത് ചെയ്യത്തില്ല, സംഭവിക്കത്തില്ല. ദൈവത്തോടുകൂടി തേജസ്കരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ എന്നേക്കുമായി അക്ഷയതയിൽ വസിക്കുന്ന ഇടമാണ് നിത്യസ്വർഗം. അത് സുവിശേഷ നിമിത്തമാണ് എന്ത് ചെയ്യുന്നത്? അത് ലഭിക്കുന്നത്, അത് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തുന്ന ജീവനും അക്ഷയതയും പ്രാപിപ്പാനായിരിക്കണം ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിലായിരിക്കുവാൻ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. തൻ്റെ സ്വന്തം നിർണയത്തിനാണ് ആ കാര്യം ദൈവം എന്ത് ചെയ്യുന്നത്? തൻ്റെ കൃപയ്ക്കൊത്തവണ്ണമാണ് ഈ കാര്യം ദൈവം എന്ത് ചെയ്യുന്നത്? പൗലോസ് അവിടെ പറയുന്നു 11-ാം വാക്യത്തിൽ, ആ സുവിശേഷത്തിൽ, വേറെ ഒരു സുവിശേഷത്തിനുമല്ല, ഈ പറയപ്പെട്ട സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആരാൽ നിയമിക്കപ്പെട്ടു? ദൈവത്താൽ. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നിയമിച്ചത്? വചനത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിനെ ദൈവം എന്ത് ചെയ്തു? നിയമിച്ചു. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മൾ എന്ത് ചെയ്യാൻ? കേൾക്കാൻ. ജീവൻ നമുക്ക് വേണ്ടയോ? നിത്യജീവൻ വേണ്ടയോ? നിത്യജീവന്റെ വചനം എന്ത് ചെയ്യണം? കേൾക്കണം. ഹല്ലേലൂയ. ദർശനം മങ്ങിപ്പോയതിന്റെ കാരണം എന്താണ്? വചനമില്ലാത്തത് കൊണ്ട് ദർശനം മങ്ങിപ്പോയി. ലോകപ്രകാരമുള്ള കാര്യങ്ങളല്ല, നിത്യജീവന്റെ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ദൈവവചനത്തിൽ ഞാനും നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തേ പറ്റൂ? ഇരുന്നാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദാസനല്ലാതെ കുരുടൻ ആർ. എന്തൊരു സങ്കടകരമായ വാക്യമാണത്.
എൻ്റെ ദാസനല്ലാതെ കുരുടൻ ആർ? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടൻ ആര്? ഹല്ലേലൂയ. എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആര്? പലതും കണ്ടിട്ടും നീ എന്ത് ചെയ്യുന്നില്ല. അതാണ് അവിടുത്തെ വിഷയം. ദൈവവചനത്തിലൂടെ ദൈവം പലതും എന്ത് ചെയ്തു? കാണിച്ചു തന്നു. പക്ഷെ അതൊന്നും ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർക്ക് അതെന്തല്ല, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ജനത്തിന് എന്താണ് ആവശ്യം, അതിനു വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അവനെയാണ് ജനത്തിന് എന്ത് താല്പര്യമുള്ളത്. ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തെ ദർശിക്കണം, ദൈവത്തിൽ നിന്ന് കേൾക്കണം. ശമൂവേൽ ബാലന്റെ കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ച, അവിടെ വിളക്ക് കെട്ടുപോകാതെ രാവും പകലും വിളക്കിന്റെ ചുവട്ടിൽ തന്നെ ശമൂവേൽ കിടന്നതിൻ്റെ അനുഗ്രഹമാണ് ശമൂവേലിന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്ത് കൊടുത്തത്. എന്തായിരുന്നു ശമൂവേലിന്റെ ജീവിതത്തിലെ അനുഗ്രഹം? ദൈവം വചനത്തിലൂടെ പ്രത്യക്ഷമായി. ഒരു വട്ടമാണോ? ആവർത്തിച്ച് ദൈവം പ്രത്യക്ഷമായി. എന്തിലൂടെ ദൈവം പ്രത്യക്ഷമായി? വചനത്തിലൂടെ. ഇവിടെ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച്, കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ദാസനല്ലാതെ കുരുടൻ ആര്? പ്രിയമുള്ളവരെ, വിശുദ്ധിയെക്കുറിച്ച് ശരിയായ ദർശനമില്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ദൈവത്തെ കാണുക അസാധ്യമാണ്. ഹൃദയശുദ്ധി ഇല്ലാത്തവൻ ദൈവത്തെ കാണില്ല. ഗ്ലോറി ടു ഗോഡ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണില്ല. ശുദ്ധീകരണം വളരെ പ്രസക്തിയുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. ഇവിടെ വായിച്ചത് എൻ്റെ ദാസനല്ലാതെ കുരുടൻ ആർ? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ. അവൻ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടല്ല എന്ത് ചെയ്യുന്നത്, ദൂത് പറയുന്നത്. ദൈവത്തിൽ നിന്ന് കേൾക്കാതെയാണ് ദൂത് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാർ. മറ്റു വേദഭാഗങ്ങൾ കാണുന്നു, കുരുടനെ വഴികാട്ടിയാൽ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും, കുഴിയിൽ പോകും. അപ്പോ നയിക്കുന്നവരുടെ കണ്ണ് ദർശനം കാണുവാൻ തക്കവണ്ണം, വചനത്തിലെ ദൈവിക ദർശനം കാണുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം, തുറക്കപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ദാവീദ് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? 27-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, 4-ാം വാക്യം. അത് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. എന്താണത്? യഹോവയുടെ മനോഹരത്വം കാണുവാൻ. തൻ്റെ കൊട്ടാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മനോഹരമായ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ സ്ഥാനവും മാനവും സിംഹാസനവും അധികാരവും ജനത്തിൻ്റെ മധ്യത്തിലുള്ള ആ ഒരു രാജകീയ പ്രൗഢിയും അല്ല താൻ അധികമായിട്ട് എന്ത് ചെയ്ത് ആഗ്രഹിച്ചത്. ഒരു രാജാവ് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? രാജാതിരാജാവായ കർത്താവിൻ്റെ മഹിമ എനിക്ക് എന്ത് ചെയ്യണം, കാണണം. യഹോവയുടെ മനോഹരത്വം കാണണം. അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടുന്നതിനുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അതിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടൊരു പ്രാർത്ഥന 9-ാം വാക്യത്തിൽ കാണുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. സകലതും എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യം ദാവീദിന് നിശ്ചയമാണ്. എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കണം? ജീവനുള്ള ദൈവത്തിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലുണ്ടോ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടോ? ഒരു ശുശ്രൂഷക്കാരന്റെ ജീവിതത്തിലുണ്ടോ? അവൻ ദൈവിക ദർശനം എന്ത് ചെയ്യും, അവൻ കാണും. വചനത്തിലൂടെ ക്രിസ്തുവിനെ അവൻ എന്ത് ചെയ്യും, വെളിപ്പെട്ട് കാണും. ഗ്ലോറി ടു ഗോഡ്. കർത്താവെ, വചനത്തിൽ നിന്റെ മുഖം എനിക്ക് എന്ത് ചെയ്യരുത്, മറയ്ക്കരുത്. ഒത്തിരി ആൾക്കാർ വചനത്തിലൂടെ എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ ആത്മീയ വളർച്ച എത്തിയവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയല്ല, നിന്റെ മുഖം എനിക്ക് കാണണം. ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണണം. നിന്റെ മനോഹരത്വം നിന്റെ ആലയത്തിൽ എനിക്ക് പാർക്കുവാനും ദൈവത്തിന്റെ മുഖത്തെ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് കാണണം. ഗ്ലോറി ടു ഗോഡ്.
ഹല്ലേലൂയ. അതിന്റെ 24 അധ്യായത്തിൽ വരുമ്പോൾ സങ്കീർത്തനം 24 3 വാക്യം, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ഏതാണ് യഹോവയുടെ പർവ്വതം? സിയോൻ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർക്ക് നിൽക്കാൻ കഴിയും? എന്നിട്ട് അതിനുള്ള പരിഹാരം താൻ എന്ത് ചെയ്യുന്നു? അവിടെ പറയുകയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ ആ വിശുദ്ധീകരണം ഉള്ള ഇടത്തിൽ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ അവനായിരിക്കാൻ എന്ത് ചെയ്യും? കഴിയും. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയെ കുറിച്ചിട്ടുള്ള ദർശനം നമുക്ക് വളരെ പ്രധാനം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതോ തൻ്റെ വിശുദ്ധ വിളി കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉത്തമഗീതം 1 അധ്യായത്തിൽ 15 വാക്യത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നത്, എൻ്റെ പ്രിയേ നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കും. അവിടെ മണവാട്ടിയെ മണവാളൻ മണവാട്ടിയിൽ കണ്ട കാര്യത്തെ എന്ത് ചെയ്യാണ്? അവിടെ വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ മണവാളൻ മണവാട്ടിയെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുകയാണ്, എൻ്റെ പ്രിയെ. ആദ്യം അഭിസംബോധന ചെയ്യുന്നത്, മണവാട്ടി അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ പ്രിയെ എന്നാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്തിലൂടെ വെളിപ്പെടുത്തുന്നത് പ്രിയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മണവാട്ടി സഭയെയാണ്. ഗ്ലോറി ടു ഗോഡ്. മണവാട്ടി സഭയിൽ മണവാളൻ കാണുന്ന കാര്യം എന്താണ്? കണ്ണിനെ കുറിച്ചാണ്. കണ്ണിനെ പ്രകീർത്തിക്കുന്ന എന്താണ്? നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. അതുകൊണ്ട് നീ എന്താണ്? സൗന്ദര്യമുള്ളവൻ. ഹല്ലേലൂയ. നീ സുന്ദരി എന്നുള്ള പദപ്രയോഗം അവിടെ എന്ത് ചെയ്യുന്നു? വരികയാണ്. ലോകപ്രകാരം നമ്മൾ ഒരു മണവാളനെയും മണവാട്ടിയെ നോക്കുമ്പോൾ മണവാട്ടിയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് സമയം എന്ത് ചെയ്യുന്നത്? ചെലവഴിക്കുന്നു. സൗന്ദര്യത്തിന് സമയം ചെലവഴിക്കുന്നു. ഇവിടെ ആത്മീയ മണവാട്ടി, മണവാളന്റെ ആകർഷണം ലഭിക്കേണ്ടുന്നതിന് ആത്മീയ മണവാട്ടിയും ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ വിശുദ്ധീകരണത്തിൽ മണവാളൻ എന്ത് ചെയ്യും? ആകർഷിക്കപ്പെടും. ഇവിടുത്തെ മണവാളൻ എന്നുള്ള ആ മണവാളന്റെ ആകർഷണം എന്ന് പറയുന്നത് വിശുദ്ധിയിലാണ്. ഇവിടെ പ്രാവിന്റെ കണ്ണിനോടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉപമിച്ചിരിക്കുന്നത്. പ്രാവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സമാധാനകാംക്ഷിയായിട്ടുള്ള ഒരു പക്ഷിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. സമാധാനത്തിന്റെ പ്രാവ്, സമാധാനകാംക്ഷി. വിശുദ്ധിയുടെ പ്രതീകമായിട്ട് പ്രാവിനെ എന്ത് ചെയ്യുന്നു? നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ കണ്ണ് എപ്പോഴും എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഈർപ്പത്തോടുകൂടി, ഒരു നനോടുകൂടി അതെന്ത് ചെയ്യുന്നു? അത് കുറുകി എന്ത് ചെയ്യാണ്? ഇരിക്കുക. പ്രാവിനെപ്പോൾ കർത്താവ് സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ കർത്താവിൻ്റെ മേൽ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ഗ്ലോറി ടു ഗോഡ്. ആ കണ്ണിനെ കുറിച്ച് എന്ത് ചെയ്യാണ്? ഇവിടെ പ്രകീർത്തിക്കുക. യേശുവിൻ്റെ കണ്ണിനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ കണ്ണ് സ്നേഹത്തിൻ്റെ കണ്ണായിരുന്നു. എല്ലാവരെയും സ്നേഹത്തോടുകൂടി നോക്കിയ കണ്ണ്. ഹല്ലേലൂയ. യാതൊരു വിദ്വേഷവും കർത്താവിൻ്റെ കണ്ണിൽ കാണുവാനായിട്ട് ആർക്കും എന്ത് ചെയ്തില്ല? കഴിഞ്ഞിരുന്നില്ല. സ്നേഹത്തിൻ്റെ കണ്ണ്. അപ്പോൾ മണവാട്ടി സഭയായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രാരംഭമായി കാണേണ്ടി എന്താണ്? സ്നേഹത്തിൻ്റെ കണ്ണ്. കർത്താവിൻ്റെ കണ്ണിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. കരുണയുടെ കണ്ണാണ്. കരുണയുടെ കണ്ണാണ് കർത്താവിൻ്റെ കണ്ണ്. എല്ലാ കാര്യങ്ങളെയും കർത്താവ് വീക്ഷിക്കുന്നത് കരുണയോടുകൂടിയാണ്. ഗ്ലോറി ടു ഗോഡ്. മാത്രമല്ല കർത്താവ് എന്ത് ചെയ്യുന്നു? വാത്സല്യത്തോടു കൂടിയാണ് കർത്താവ് വീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് അങ്ങനെ. സാഹോദര്യത്തിൻ്റെ കണ്ണ്, സാഹോദര്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ഉള്ള ആ കണ്ണിൻ്റെ എക്സ്പ്രഷൻ ദൈവസഭയ്ക്ക് എന്ത് ചെയ്യണം? ആരാധിക്കുന്ന കർത്താവിൻ്റെ അതേ കണ്ണ് ദൈവസഭയ്ക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഇവിടെ പ്രിയൻ അല്ലെങ്കിൽ മണവാളൻ മണവാട്ടിയുടെ കണ്ണിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രകീർത്തിക്കുന്നത്. കണ്ണിനെയാണ് നോക്കുന്നത്. കണ്ണെന്തിനുള്ളതാണ്? ദർശിക്കാനുള്ളത്.
വചനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ദർശിക്കുന്ന കണ്ണാണെങ്കിൽ അത് ദൈവത്താൽ ആകർഷിക്കപ്പെടുന്ന കണ്ണാണ്. ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ മണവാട്ടി സഭ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണിൽ ആരാകർഷിക്കപ്പെടും? മണവാളൻ ആകർഷിക്കപ്പെടും. ഒരു സഭയെ മണവാളൻ ആകർഷിക്കണമെങ്കിൽ ആ സഭയുടെ ദർശനത്തിന്റെ വഴി, ദർശനത്തിന്റെ കണ്ണ് ദൈവം നോക്കും. ശുദ്ധീകരണമില്ലാതെ കണ്ണിന് വിശുദ്ധി എന്ത് ചെയ്തില്ല, ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ കണ്ണിനെ കുറിച്ച് പ്രകീർത്തിക്കുന്നു. നമ്മുടെ ദൈവമോ സിയോനിൽ അധിവസിക്കുന്നു. ഹല്ലേലൂയ. സിയോനിൽ നിന്ന് ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 50-2 വാക്യത്തിൽ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. പ്രകാശിക്കുന്ന പ്രകാശത്തെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? സൗന്ദര്യത്തിന്റെ പൂർണ്ണത. ഇവിടെ പറയുന്ന സൗന്ദര്യം എന്താണ്? വിശുദ്ധി. വിശുദ്ധിയുള്ള ദൈവം, വിശുദ്ധിയുള്ള ഇടത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശം ഉണ്ടാകുമ്പോൾ മണവാട്ടി സഭയ്ക്കും എന്തുണ്ടാകും? വിശുദ്ധീകരണം എന്ത് ചെയ്യും? ഉണ്ടാകും. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കും. ദൈവത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം എന്ത് ചെയ്യും? ദൈവസഭയ്ക്കുണ്ടാകും. വിശുദ്ധിയെക്കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ, ശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ദർശിക്കുവാൻ ഇടയാകും. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ ദർശിക്കും, ദൈവത്തെ കാണും. ആത്മീയ കണ്ണ് ജ്വലിക്കും. ആ കണ്ണിനെ ദൈവം എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കുന്നു, ദൈവം നോക്കുന്നു. അതിനെ ദൈവം എന്ത് ചെയ്യുന്നു? പ്രകീർത്തിക്കുന്നു. ഹല്ലേലൂയ. ഒരു സഭയിൽ, ഒരു മണവാട്ടി സഭയിൽ കർത്താവ് ആകൃഷ്ടമാകുന്നത് ആ സഭയുടെ കണ്ണാണ്. ഗ്ലോറി ടു ഗോഡ്. ദർശനത്തിന് കണ്ണിന്റെ കാഴ്ച വളരെ പ്രാധാന്യം. മണവാളൻ അത് ശ്രദ്ധിക്കുമോ? തീർച്ചയായും. ഹല്ലേലൂയ. യഹോവയായ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. മന്ദിരം ബലവും ശോഭയുമുള്ളത്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. യഹോവയായ ദൈവം ആ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ആ മന്ദിരം ബലവും ശോഭയും നിറഞ്ഞതായി മാറണം. ആ മന്ദിരത്തിൽ കർത്താവിന്റെ സാന്നിധ്യം വരുമ്പോൾ ആ ദൈവിക വിശുദ്ധി എന്ത് ചെയ്യും? ഉണ്ടാകുന്നു. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിച്ചാൽ നീ ആ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ കഴിയും. യഹോവയുടെ മഹത്വം എനിക്ക് എന്ത് ചെയ്യണം? കാണണം. യഹോവയുടെ മനോഹരത്വം എനിക്ക് എന്ത് ചെയ്യണം? കാണണം. താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? ദൈവമേ, വേറെ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉറച്ച നിലവിളിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. പുതിയൊരാത്മാവിനെ എനിക്ക് തരണം. ഹല്ലേലൂയ. സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണം. പുതിയൊരു ഹൃദയം ദൈവമേ നീ എനിക്ക് എന്ത് ചെയ്യണം? തരണം. നിന്റെ മുഖം എനിക്ക് എന്ത് ചെയ്യരുത്? മറക്കരുത്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നത് ആരാണ്? ദൈവമാണ്. നമ്മുടെ കണ്ടുപിടുത്തമല്ല, നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല. ക്രൂശ് മരണം നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അടിസ്ഥാനമിട്ടിരിക്കുകയാണ്. ക്രൂശ് മരണത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വചനത്തിലൂടെ ലഭിക്കാത്ത ആർക്കും രക്ഷ എന്നുള്ളതിന്റെ അടിസ്ഥാനം അവർക്ക് എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. ക്രൂശ് മരണം ആണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ആ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തിച്ചേരാനായിട്ടുണ്ട്. കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ചൊരിഞ്ഞ രക്തമാണ് നമുക്ക് വിശുദ്ധീകരണത്തിന് എന്ത് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. പ്രാരംഭത്തിൽ യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം വളരെ പ്രാധാന്യമാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. കർത്താവിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. അപ്പോൾ രക്തത്താൽ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരണമുണ്ട്. വചനത്താൽ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരണമുണ്ട്. മാത്രമല്ല, ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് നവീകരണം നൽകുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ പുതുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ
പ്രാരംഭമായി അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ശുദ്ധീകരണമാണ്. യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നു, വചനം ശുദ്ധീകരിക്കുന്നു, പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്നു, ക്രൂശ് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിലൂടെയുള്ള വെളിപ്പാട് നമ്മൾ കാണുമ്പോൾ, പ്രാപിക്കുമ്പോൾ, ആ ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? ശുദ്ധീകരണം ലഭിക്കുന്നു. അപ്പോൾ രക്ഷയ്ക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഇടുമ്പോൾ, വിശുദ്ധിക്കും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മാത്രമല്ല, കർത്താവ് 3-ാം ദിവസം എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചു, ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നീതിക്കായിട്ടാണ് അത് സംഭവിക്കുന്നത്. നീതിക്കായി ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പോൾ പുനരുദ്ധാനം നമ്മുടെ നീതീകരണത്തിന് അടിസ്ഥാനമാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷം എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്തു. അവൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനുള്ള അടിസ്ഥാനം കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ രക്ഷ എന്നുള്ളതും വിശുദ്ധീകരണം എന്നുള്ളതും നീതീകരണം എന്നുള്ളതും വീണ്ടെടുപ്പെന്നുള്ളതും മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ദൈവപ്രവൃത്തിയാണ്. ഇതറിയാൻ, ഇത് കേൾക്കാൻ, ഇത് വിശ്വസിപ്പാൻ, സുവിശേഷത്തിൽ ജീവനും അക്ഷയതയുമുണ്ട്, അത് പ്രാപിപ്പാൻ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ജീവനും അക്ഷയതയും നമ്മൾ അനുഭവിക്കും, നമ്മൾ അറിയും. ഗ്ലോറി ടു ഗോഡ്. മർത്യനായ മനുഷ്യന് അമർത്യനായ ദൈവം, പരിമിത മണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അപരിമിത മണ്ഡലത്തിൽ വസിക്കുന്ന ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ, വിശ്വസിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അപരിമിത മണ്ഡലത്തിൽ വസിക്കുന്ന ദൈവത്തോടുകൂടി വേർപെടാതെ വണ്ണം തേജസ്കരിക്കപ്പെട്ടും പുനരുദ്ധാനം പ്രാപിച്ചും നിത്യതയിൽ എന്നേക്കുമായി ജീവിപ്പാൻ അക്ഷയതയായി ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഹല്ലേലൂയ നമുക്ക് സാധ്യമാണ്. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് അഴിഞ്ഞു പോകും, പക്ഷെ അഴിഞ്ഞു പോകാത്തൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അഴിഞ്ഞു പോകാത്തൊരു ശരീരം നമുക്ക് ഉണ്ട് എന്നാണ് അതിനർത്ഥം. അല്ലാതെ ഒരു കെട്ടിടം എന്നുള്ളതല്ല, അഴിഞ്ഞു പോകാത്തൊരു ശരീരം നമുക്കുണ്ട്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് അത് എന്ത് ചെയ്തിരിക്കുന്നു? പൂർത്തീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എഫേഷ്യൻസ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 26-27 വാക്യം വായിക്കുമ്പോൾ അവൻ, ഇവിടെ അവൻ എന്ന് പറയുന്നത് ക്രിസ്തു, അവളെ എന്ന് പറയുന്നത് സഭ. നേരത്തെ നമ്മൾ വായിച്ചു, എൻ്റെ പ്രിയേ നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. അവിടെ പ്രകീർത്തിക്കുന്ന കാര്യം. ഇവിടെ മണവാട്ടി സഭയെക്കുറിച്ചും ഇവിടെ പറയുന്നത് എന്താണ്? അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പോൾ ജലസ്നാനം കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല? വെടിപ്പാകപ്പെടുന്നില്ല. വചനത്തോടുകൂടിയ ജലസ്നാനം. ജലസ്നാനം നമ്മൾ ഒരിക്കലായിട്ട് എന്ത് ചെയ്തു? സ്വീകരിച്ചതാണ്. പക്ഷെ വചനത്തിൽ നമ്മൾ നിമജ്ജനം ചെയ്യേണ്ടിയെന്നത് എന്നും. ഒരിക്കലായിട്ട് ജലത്തിൽ എന്ത് ചെയ്തു? നമ്മൾ സ്നാനപ്പെട്ടുവെങ്കിലും വചനത്തിൽ നമ്മൾ എന്നും എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അതാണ് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ എന്ത് സംഭവിക്കുന്നു? വെടിപ്പുണ്ടാകുന്നു. വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി. കണ്ടോ? സഭ എന്തായി വരണം? ശുദ്ധയായി വരണം, നിഷ്കളങ്കയായി എന്ത് ചെയ്യണം? വരണം. എന്തിനു വേണ്ടി? തനിക്ക് തന്നെ തേജസ്സോടെ എന്ത് ചെയ്യണം? മുൻനിർത്തണം. എവിടെ? സഭയ്ക്ക് മുന്നിൽ ആര് വരണം? പാസ്റ്റർ അല്ല വരാൻ, വിശ്വാസിയല്ല വരാൻ. ഹല്ലേലൂയ. സഭയ്ക്ക് മുന്നിൽ ആര് വരണം? തനിക്ക് തന്നെ മുൻനിർത്തണം. അതിനു വേണ്ടിയിട്ടാണ് സഭ എന്ത് ചെയ്യുന്നത്? വിശുദ്ധീകരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഏതൊരു സഭയിലും ദൈവിക വിശുദ്ധി ഉണ്ടാകുമ്പോൾ ആ സഭയ്ക്ക് മുന്നിൽ കർത്താവ് വെളിപ്പെടും. തനിക്ക് തന്നെ എങ്ങനെ മുൻനിർത്തണം? തേജസ്സോടെ മുൻനിർത്തേണ്ടുന്നതിനാണ്
തന്നെത്താൻ അവൾക്ക് വേണ്ടി ക്രൂശിൽ എന്ത് ചെയ്തത്? ഏൽപ്പിച്ചു കൊടുത്തത്. ഈ കാര്യം എന്ത് ചെയ്യണം? ബോധ്യമാണ്. സഭയിൽ കർത്താവ് എന്ത് ചെയ്യണം? മുന്നിൽ വരണം. ഞാനോ കുറയണം, അവനോ വളരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സിംഹാസനങ്ങൾ വെടിഞ്ഞ് ദൈവത്തെ ആരാധിച്ച ഭക്തന്മാർ, രാജാക്കന്മാർ, കിരീടങ്ങൾ താഴെയിട്ട് ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതും കിരീടങ്ങളെ താഴെയിട്ട് എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. ഇന്ന് ആൾക്കാർ കിരീടങ്ങൾ കിട്ടാനാണ് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിച്ച് നടക്കുന്നു. എവിടെ പോയാലും എന്ത് കിട്ടണം? കിരീടം വേണം. സഭയ്ക്കകത്ത് എന്ത് കിട്ടണം? കിരീടം കിട്ടണം. കിരീടങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഇടാൻ പറ്റും. ഹല്ലേലൂയ. അധികാരങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഇടണം. സകലത്തെയും എന്ത് ചെയ്യണം? താഴെയിട്ട് വലിയവനായ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം എന്ത് ചെയ്യട്ടെ? വാഴ്ത്തപ്പെടട്ടെ. അപ്പോൾ ഇവിടെ ശുദ്ധീകരണവും നിഷ്കളങ്കതയും വളരെ പ്രാധാന്യമായിട്ട് എന്ത് ചെയ്യുന്നു? കർത്താവ് ഉപമയിലൂടെ പറയുമ്പോഴും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിപ്പിനെന്ന് എന്ത് ചെയ്യുന്നു? മത്തായി 10-ാമത്തെ അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണും. അപ്പോൾ വിശുദ്ധിയുടെ സൗന്ദര്യം കണ്ണുകളിൽ വെളിപ്പെടുന്നത് ദൈവത്തെ കാണാനുള്ള ശരിയായ ദർശനം ലഭിക്കുന്ന ഒരു ദൈവസഭയ്ക്ക് അതുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, വിശുദ്ധീകരണത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ദർശനം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന ഒറ്റ കാര്യമാണ്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എന്ത് ചെയ്യും? അറ്റുപോകും. ആമേൻ. ഭയപ്പെടുക. ഗ്ലോറി ടു ഗോഡ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം അറ്റുപോകാതിരിക്കണമെങ്കിൽ ശുദ്ധീകരണം വളരെ പ്രധാനം. ഗ്ലോറി ടു ഗോഡ്. ഈ ലോകം മുഴുവനും മലിനപ്പെട്ട് എന്ത് ചെയ്യുന്നു? കിടക്കുകയാണ്. ആ മലിനപ്പെട്ട് കിടക്കുന്നതിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവർ ശുദ്ധീകരണത്തിന് എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. ഒരു വേദഭാഗത്തിൽ നമുക്ക് ഒരു ആവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. ശത്രുക്കൾക്ക് നേരെ പാളയമിറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. എവിടെയാണ് പാളയമിറങ്ങുന്നത് അല്ലെങ്കിൽ പോരാടുന്നത്? നമ്മൾ എവിടെ ആയിരിക്കുന്നു? പോർക്കളത്തിലാണ്. ആരുമായിട്ടുള്ള പോരാട്ടമാണ്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മണ്ഡലത്തിലെ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളുമായിട്ടാണ് ദൈവജനത്തിന് എന്തുള്ളത്? പോരാട്ടമുള്ളത്. നിങ്ങൾ അങ്ങനെ പൈശാചിക മണ്ഡലത്തിൽ ശത്രുക്കളുടെ നേരെ പാളയമിറങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് സാരമാക്കുന്നത്? വിശുദ്ധീകരണം, ശുദ്ധീകരണം. ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടല്ലാതെ പോരാട്ടത്തിനിറങ്ങിയാൽ നഷ്ടം സംഭവിക്കും. അത് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ പൈശാചിക മണ്ഡലത്തോട് പോരാടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം. കൊള്ളരുതാത്ത ഒരു കാര്യവും ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. പിശാചിന്റെയും പരാജയപ്പെടുത്തും. ശക്തമായ മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. ഇത് കൊള്ളരുതാത്ത സകല കാര്യവും ചിന്തിച്ചും പറഞ്ഞും പ്രവർത്തിച്ചിട്ട് സാത്താന്റെ മണ്ഡലത്തിൽ എന്ത് ചെയ്യും? പോവും. പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെയും ഞങ്ങൾക്കറിയാം. അവനെ ഓടിക്കുമ്പോൾ വസ്ത്രം പോലും എന്ത് ചെയ്തു? വലിച്ചു പറിച്ചു കളഞ്ഞു. ഒരു പട്ടണത്തിൽ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ലുദിയയുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുന്നു? തുറക്കുകയാണ്. ലുദിയയുടെ ഹൃദയം കൂടെ മാത്രം തുറക്കുമ്പോൾ അവിടുത്തെ എല്ലാവരുടെയും ഹൃദയം ദൈവം തുറന്നു എന്നാവും? ഇല്ല. നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആൾക്കാരുള്ള ഇടത്തിൽ എല്ലാവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ ഹൃദയം മാത്രം എന്ത് ചെയ്തിരിക്കുന്നു? അടഞ്ഞിരിക്കുന്നു. അതും കൂടെ തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകുമെന്നുള്ള രീതിയിലാണോ ലുദിയയുടെ ഹൃദയം തുറക്കുന്നത്? അല്ല. ഭാരത്തോടെയും ഭയത്തോടെയും നമ്മളായിരിക്കണം. ഗ്ലോറി. കർത്താവേ, ഞങ്ങളുടെ പട്ടണത്തിൽ നീ സന്ദർശിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവമേ നീ എന്ത് ചെയ്യണമേ? തുറക്കണമേ. ലുദിയ ഭക്തയായിരുന്നു, പക്ഷെ ഹൃദയം എന്ത് ചെയ്യുന്നു? അടഞ്ഞിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആ കണ്ണെന്ത് ചെയ്തു? അവളിൽ വച്ചു.
ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഭക്തി കൊണ്ടൊന്നും കാര്യമൊന്നും ഇല്ല. ഹൃദയം എന്ത് ചെയ്യണം? തുറക്കപ്പെടണം. ഭക്തി കൊണ്ടല്ല നമ്മൾ ദൈവശബ്ദം എന്ത് ചെയ്യുന്നത്? കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തെ എന്ത് ചെയ്യണം? തുറക്കണം. ലുദിയുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? തുറന്നു. ഹല്ലേലൂയ. ആ പട്ടണത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ത് ചെയ്യുന്നു? ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എന്ത് ചെയ്യണം? തൊടണം. കർത്താവ് നമ്മെ എന്ത് ചെയ്യണം? തുറക്കണം. കർത്താവിൻ്റെ വിശുദ്ധിയുടെ ആത്മാവിനെ ദൈവം നമുക്ക് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി നൽകണം. അപ്പോൾ വിശുദ്ധിയെക്കുറിച്ചിട്ടുള്ള ദർശനം നഷ്ടപ്പെട്ടു പോയാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുത്തുക. ശത്രു സൈന്യത്തിൻ്റെ മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ശത്രുക്കൾക്ക് നേരെ പാളയമിറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചോളാം. അങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ജനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ജയമെടുക്കാൻ കഴിയും. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ദൈവം നമുക്ക് നൽകുമ്പോൾ ഞങ്ങളുടെ ആത്മീയ കണ്ണെന്ത് ചെയ്യും? തുറക്കും. അകത്തെ കണ്ണെന്ത് ചെയ്യും? ദർശിക്കപ്പെടും. ആര് ദർശിക്കും? ദൈവത്തെ. ഹല്ലേലൂയ. വചനത്തിലൂടെ ദൈവത്തെ ദർശിക്കും. ഹല്ലേലൂയ. അവൻ തൻ്റെ കണ്ണുകൊണ്ട് എന്ത് ചെയ്യും? നടത്തും. സങ്കീർത്തനങ്ങൾ 32-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത് 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്കെന്ത് ചെയ്യും? കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും എന്നുവെച്ചാൽ കണ്ണ് വച്ച് എന്ത് ചെയ്യും? അതായത് ഒരു ബാലകൻ എന്തെങ്കിലും വികൃതി ചെയ്യുന്ന സമയത്തിൽ അവൻ്റെ അപ്പൻ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വികൃതി ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യും? അപ്പൻ്റെ കണ്ണിലോട്ട് എന്ത് ചെയ്യും? ഒന്ന് നോക്കും. നോക്കുമ്പോൾ പരിസരബോധം വ്യക്തമായിട്ടുള്ള അപ്പനാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവന് ദോഷം എന്ത് ചെയ്യാൻ പാടില്ല, ശാസനയോ ഒന്നും കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് കണ്ണുകൊണ്ട് എന്ത് ചെയ്യും? നീ അത് ചെയ്യരുത് എന്നുള്ള വിലക്ക് എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കണ്ണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ദൃഷ്ടിയിലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ കഴിയും. ഒരു മനുഷ്യ കുഞ്ഞിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം വികൃതിയാണെന്നുള്ള കാര്യം ബോധ്യം അവനുണ്ടാകുമ്പോൾ അവൻ ആദ്യം നോക്കണം അവൻ്റെ അപ്പൻ്റെ കണ്ണിലേക്കാണെങ്കിൽ ആത്മീയമായി ജനിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എത്ര അധികം പിതാവാം ദൈവത്തിൻ്റെ കണ്ണിൽ എന്ത് ചെയ്യണം? നോക്കിക്കൊണ്ടിരിക്കണം. കാര്യം ഇഷ്ടാനിഷ്ടങ്ങൾ ദൈവം പറയുന്നു ദൃഷ്ടി വെച്ചെന്ത് ചെയ്യും? പറഞ്ഞു തരും. ആ കണ്ണിലെ വ്യത്യാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ കഴിയും. അതെവിടെ അറിയാൻ കഴിയും? മനസാക്ഷിയിൽ അറിയാൻ കഴിയും. ആത്മമണ്ഡലത്തിൽ അറിയാൻ കഴിയും. അറിയാൻ കഴിയണം. അങ്ങനെ അറിയാൻ കഴിയുന്നവനാണ് ദൈവത്തിൻ്റെ ആലോചന എന്ത് ചെയ്യുന്നത്? പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഞാൻ ദൃഷ്ടി വെച്ച് എന്ത് ചെയ്യും? ആലോചന പറഞ്ഞു തരും. ആ ആലോചനകൾ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരും. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. അവിടെ കണ്ണിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പറയുന്നു. ലോകത്തിലുള്ള സകല കാര്യങ്ങളും കണ്ണ് എന്ത് ചെയ്തതാണ്? കണ്ടതാണ്. പക്ഷേ എറ്റേണിറ്റിയിലെ കാര്യം ലോകത്തിലെ കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ലോകത്തിൽ ആരും കാണാത്ത കാര്യം എന്ന് പറയാൻ സാധിക്കുമോ? ലോകത്തിലുള്ള ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് ലോകത്തിലുള്ളത്. അപ്പോൾ കാണാത്ത കാര്യം എന്താണ്? നിത്യതയിലെ കാര്യം. ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കെന്നാണ്. ദൈവം സ്നേഹിക്കുന്നവരെന്നല്ല. ദൈവം എല്ലാവരെയും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ദൈവം സൽഗുണപൂർണനാണ്. വചനത്തിൽ ഇത് കാണുന്നു. ദൈവം സൽഗുണപൂർണനാകയാൽ എല്ലാവർക്കും ഒരുപോലെ സൂര്യനും എല്ലാവർക്കും ഒരുപോലെ ഭൂമിയും എല്ലാവർക്കും ഒരുപോലെ വായുവും വെള്ളവും എല്ലാവർക്കും മഴയും മഞ്ഞും
കാലങ്ങളും എല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ഒരുപോലെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ദൈവം സൽഗുണപൂർണനാണ്. പക്ഷേ എല്ലാവരും ദൈവത്തെ അറിയുന്നില്ല, എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുമില്ല. ഇവിടെ പറയുന്ന വചനം നിങ്ങൾ സൂക്ഷ്മതയോടെ നോക്കൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എവിടെയാണ്? ഭൂമിയിലല്ല, നിത്യതയിൽ. ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണെന്തിയിട്ടില്ല, കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. എന്നാലോ തൻ്റെ ആത്മാവിനാൽ ദൈവം അത് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവിടെ വചനം പറയുന്നത്. ക്രൂശിലെ രക്ഷ എല്ലാ കണ്ണും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല, വിശ്വസിക്കുന്നില്ല. ക്രൂശിന്റെ വചനം എല്ലാ ചെവിയും എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. നശിച്ചു പോകുന്നവർക്ക്, നിത്യമായി നശിച്ചു പോകുന്നവരെന്നാണ് അതിനർത്ഥം. നിത്യമായി നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ആ വചനം ചെവിയിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. പാതാള അധികാരത്തിൽ നിന്ന്, പൈശാചികന്റെ പിടികളിൽ നിന്ന്, മരണവാസങ്ങളിൽ നിന്ന് രക്ഷ അനുഭവിക്കുന്ന ഉയരത്തിലെ ശക്തി ആ മൺകൂടാരം അനുഭവിക്കും. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടം കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തുള്ളി വെള്ളം എന്ത് ചെയ്യത്തില്ല, ലഭിക്കത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വേണം എന്ത് ചെയ്യാൻ. ഇന്ന് ലോകമനുഷ്യൻ ലോകത്തിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കേണ്ടുന്നതിന് എന്ത് ചെയ്യുന്നു? വാ പിളർന്നിരുന്നിട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ കുടത്തിന് എന്ത് ചെയ്യുന്നു? കമത്തി വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാപിച്ചെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യണം? ജീവജലം ഉണ്ടായിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഉയർന്നു പോകുന്ന നിത്യജീവങ്കിലേക്ക് എന്ത് ചെയ്യണം? എത്തിച്ചേരണം. തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകണം. അവൻ എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുമാറാക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ ഉള്ളത്തിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ് അവിടെ ഉണ്ടാകണം. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഈ ലോകത്തിന്റെ കണ്ണെന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഈ ലോകത്തിന്റെ ചെവി അതെന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. സ്റ്റേഫാനോസ് പ്രസംഗിക്കുമ്പോൾ ലോകത്തിന് കാണാൻ കഴിയാത്ത കാര്യത്തെ കാണിച്ചു കൊടുക്കുവാൻ വെളിപ്പെടുത്തുമ്പോൾ, ലോകത്തിന് കേൾക്കാൻ കഴിയാത്തതിനെ കേൾക്കേണ്ടുന്നതിന് വെളിപ്പെടുത്തുമ്പോൾ, ലോകത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതിനെ ഹൃദയത്തിലേക്ക് നീതീകരണം ലഭിക്കേണ്ടുന്നതിന് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ പല്ല് കടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവനെതിരെ കല്ലുകളെടുത്ത് അവനെ ഓരോ കല്ലുകൾ എറിഞ്ഞെറിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കൽക്കൂമ്പാരമാക്കി തീർക്കാൻ. ഹല്ലേലൂയ. ഈ ലോകം എതിർക്കുന്നു. സ്റ്റേഫാനോസ് ഉടനെ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. ഭൂമിയിൽ കാൽ പതിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം തുറന്നു. അവിടെ കർത്താവ് എന്ത് ചെയ്യുന്നു? തന്നെ എതിരേൽക്കേണ്ടുന്നതിന് എഴുന്നേറ്റ് നിൽക്കും. നമ്മളവിടെ ഹല്ലേലൂയ സന്തോഷമുണ്ടാകുന്ന ഒരു അനുഭവമാണത്. കാരണം തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ദൈവസഭയ്ക്കന്ന് ഏറ്റവും വലിയൊരു നഷ്ടമാണ് എന്ത് ചെയ്ത് സംഭവിച്ചത്. ഭൂമിയിൽ ദൈവത്തിന്റെ സഭയ്ക്കന്ന് വലിയ നഷ്ടം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരു വലിയ ലാഭമായി. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ദൈവപുത്രനായ ക്രിസ്തു എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് നിന്ന് അവനെ സ്വീകരിക്കുകയാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ദൈവം എഴുന്നേറ്റ് നിന്ന് അവനെ വെൽക്കം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ലോകത്തിന് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യത്തെ പ്രസംഗിച്ചതുകൊണ്ട്, ലോകത്തിന് കാണാൻ ഇഷ്ടമില്ലാത്ത കാര്യത്തെ പ്രസംഗിച്ചതുകൊണ്ട്, ലോകത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യത്തെ പ്രസംഗിച്ചതുകൊണ്ട്. എന്താണ് ലോകത്തിന് കാണാൻ ഇഷ്ടമില്ലാത്തത്? ദൈവപുത്രനായ ക്രിസ്തുവിൻ. എന്താണ് ലോകത്തിന് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്? ക്രിസ്തുവിന്റെ സുവിശേഷത്തെ. എന്താണ് ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? യേശുവിന്റെ പുനരുദ്ധാനത്തെ വിശ്വസിക്കാൻ എന്ത് ചെയ്യുന്നില്ല? ഹൃദയങ്ങൾക്ക് സാധ്യമാകുന്നില്ല. അത്
വെളിപ്പെടുത്തിയ, അത് കേൾക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ സംസാരിച്ച, പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രാപിച്ചവൻ അത് മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ അവനെ കല്ലെറിഞ്ഞ് കൽക്കൂമ്പാരമാക്കി മാറ്റുകയാണ്. എന്നാൽ അതിന് അനുവാദപത്രം വാങ്ങിച്ച ശൗലിനെ ദൈവം എന്ത് ചെയ്യുന്നു? സന്ദർശിക്കുന്നു. ശൗലിനെ ദൈവം സന്ദർശിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമേറിയ അനുഗ്രഹത്തിലേക്കാണ് ശൗലിനെ പൗലോസാക്കി ദൈവം മാറ്റുന്നത്. ഒരു സ്തേഫാനോസിനെ അവിടെ കൊന്നുകളയുമ്പോൾ വീണ്ടും അതിൽ ശക്തിയേറിയ, വീണ്ടും ദൈവത്തിന്റെ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയുന്ന രീതിയിൽ അഭിഷേകത്തോടു കൂടി ദൈവം ശൗലിനെ എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് വരെയും ഈ സുവിശേഷത്തിന് ജീവനുണ്ട്. ആരൊക്കെ അതിനെ കുഴിച്ചു മൂടുവാൻ ശ്രമിച്ചാലും ജീവനുള്ളത് കൊണ്ട് അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? കർത്താവിന്റെ വരവ് വരെയും അത് വെളിപ്പെടും. ഹല്ലേലൂയ. ദർശനം നമ്മൾ പുതുക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധീകരണം നമ്മൾ ഇന്നലേക്കാൾ ഇന്ന് നമ്മൾ അതിനെ പ്രാധാന്യം എന്ത് ചെയ്യണം? കൊടുക്കണം. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരിക്കുന്ന മാനപാത്രങ്ങൾ ആയതുകൊണ്ട് അശുദ്ധമായതൊന്നും നീ എന്ത് ചെയ്യരുത്? തൊടരുത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്രേ. സദൃശ്യവാക്യങ്ങളിൽ 29 അധ്യായത്തിൽ 18 വാക്യത്തിൽ വരുമ്പോൾ, വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. എന്തിനെ കുറിച്ചുള്ള വെളിപ്പാട്? വചനത്തെ കുറിച്ചിട്ടുള്ള വെളിപ്പാട് അല്ലെങ്കിൽ ദർശനം. വചനത്തിലെ ദർശനം ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള വെളിപ്പാട് ലഭിക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? മര്യാദ വിട്ട് നടക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ, ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ദൈവമുമ്പാകെ മര്യാദ നമുക്കുണ്ടാകണമെങ്കിൽ വചനത്തിലൂടെയുള്ള ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഏലി പ്രവാചകന് ദർശനം എന്ത് ചെയ്തു? മങ്ങിപ്പോയി. വാർദ്ധക്യം കൊണ്ട് കണ്ണെന്ത് ചെയ്തു? മങ്ങി. ദർശനം മങ്ങിപ്പോയപ്പോൾ വചനം എന്ത് ചെയ്തു? ദുർലഭമായി. വചനം ദുർലഭമായപ്പോൾ പിതാവിന്റെ പ്രബോധനം എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. പ്രബോധനം കൈക്കൊള്ളാതെ വന്നപ്പോൾ മക്കൾ എന്ത് ചെയ്തു? പാപത്തിൽ അകപ്പെട്ടു, പാപത്തിൽ മരിച്ചു. പ്രിയമുള്ളവരെ, ദർശനം ലഭിക്കാതെ പോയാൽ, ദൈവവചനത്തിലെ വെളിപ്പാട് ലഭിക്കാതെ പോയാൽ പാപത്തിൽ അകപ്പെടും. തന്നിമിത്തം ആത്മീയ മരണം എന്ത് ചെയ്യും? ഉണ്ടാകും. യേശുക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന ദൈവത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് തന്നിൽ അധിവസിച്ചിരുന്നത് കൊണ്ട് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ആ വിശുദ്ധിയുടെ ആത്മാവ് തന്നിൽ അധിവസിച്ചിരുന്നത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചു. ആ പുനരുദ്ധാനം പ്രാപിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സൗജന്യമായി ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. നാം അന്ത്യത്തോളം അതിനെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ആത്മീയ ദർശനം സൂക്ഷിപ്പാൻ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 6 അധ്യായം 22 വാക്യത്തിൽ വരുമ്പോൾ, ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയെ എന്തിനോട് ഉപമിക്കുന്നു? ശരീരത്ത്. ആ ശരീരത്തിന്റെ കണ്ണ് എന്താണ്? ആ ശരീരത്തിന്റെ വിളക്ക്. ശരീരം എന്തിനുള്ളതാണ്? പ്രവർത്തിക്കുക. ദൈവസഭയുടെ ശരീരം എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അന്ധകാരമുള്ള ലോകത്തിൽ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഈ പ്രവൃത്തി എന്തിൽ നിന്ന് വരുന്നു? കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ, ആ സഭയുടെ ദർശനം ചൊവ്വുള്ളതുണ്ടെങ്കിൽ ആ ശരീരം എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ ശരീരം ലോകത്തിന് ബോധ്യം കൊടുക്കും. ആ ശരീരം ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നിലകൊള്ളും. വിളക്ക് കത്തിച്ച് പറയുന്ന കീഴല്ല, തണ്ടിന്മീതെ കത്തിച്ചു വയ്ക്കുന്ന അനുഭവം ഉണ്ടാകും. പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന വീടിനോട് സമമായി മാറും. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. സകലരും കാണത്തക്കവണ്ണം അതിന്റെ വെളിച്ചം എന്ത് ചെയ്യും? അന്ധകാരത്തിൽ ശോഭിക്കും. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായി തീരും. വ്യക്തിപരമായിട്ടും ആത്മീയമായ ദർശനം നമുക്ക് ചൊവ്വുള്ളതാണെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ആ പ്രകാശത്തിന്റെ വചനം, നിത്യജീവന്റെ വചനം, ക്രൂശിന്റെ വചനം, രക്ഷയുടെ വചനം, നീതീകരണത്തിന്റെ വചനം, ശുദ്ധീകരണത്തിന്റെ വചനം,
തേജസ്കരിക്കപ്പെടുന്നതിൻ്റെ വചനം ആ വ്യക്തിക്ക് വെളിപ്പെടുത്തുവാനുണ്ടാകും. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. അബ്രഹാമിന് ദർശനമുണ്ടായിട്ടുണ്ട്. അബ്രഹാമിന് മാത്രമല്ല, ലോത്തിനും എന്തുണ്ടായി? ദർശനമുണ്ടായി. ലോത്തിനും ദർശനമുണ്ടായതുകൊണ്ടാണ് അബ്രഹാമിന് ദൈവം വിളി ഉണ്ടായിട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെടുമ്പോൾ, സകല കാര്യങ്ങളും അബ്രഹാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ലോത്തും എന്ത് ചെയ്തത്? സകലതും ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ലോത്തും എന്ത് ചെയ്തത്? ഇറങ്ങിപ്പോയത്. പക്ഷെ യാത്ര മുൻപിലേക്ക് പോകുമ്പോൾ രണ്ടുപേരുടെയും കണ്ണിന് എന്തുണ്ടായി? വ്യത്യാസം ഉണ്ടായി. ലോത്തിന്റെ കണ്ണ് ഉടക്കിയത് എവിടെയാണ്? സോദോം ഗൊമോറ പട്ടണത്തെ നീരോട്ടമുള്ളതായിട്ട് എന്ത് ചെയ്തു? കണ്ടു. ലൗകികമായ സൗന്ദര്യത്തിലേക്ക് എന്ത് ചെയ്തു? ലോത്തിന്റെ കണ്ണ് എന്ത് ചെയ്തു? ആകർഷിക്കപ്പെട്ടു. അപ്പോഴും അബ്രഹാമിന്റെ ദർശനം മങ്ങിപ്പോയില്ല. അവൻ തല ഉയർത്തി ദൈവത്തെ തന്നെ എന്ത് ചെയ്തു? നോക്കിയത് കൊണ്ട് മരുഭൂമിയിലൂടെ ആര് യാത്ര ചെയ്യുന്നു? അബ്രഹാം യാത്ര ചെയ്യുന്നു. നീരൊഴുക്കുള്ള സ്ഥലത്തിലേക്ക്, ലൗകികമായ സൗന്ദര്യത്തിലേക്ക് ലോത്തും എന്ത് ചെയ്തു? ചെന്ന് ചേരുക. രണ്ടുപേരും ദർശനമുള്ളവരാണ്. പക്ഷെ രണ്ടുപേരുടെയും യാത്ര കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഡീവിയേറ്റ് ചെയ്തു പോയി. നമ്മൾ ഭാരത്തോടെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇരിക്കണം. കർത്താവേ, ഞങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ എന്ത് ചെയ്യില്ല, ഇടവരരുത്. ഹല്ലേലൂയ. ആരംഭത്തേക്കാൾ അവസാനം നല്ലതായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ പൂർവ്വകാലം അല്പമായിട്ട് എന്ത് ചെയ്യും? തോന്നും. അന്ത്യമോ അതിമഹത്തായി മാറും. ദൈവത്തിൻ്റെ വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 10-ാം വാക്യം വരുമ്പോൾ, അത് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു. ലോത്ത് അവിടെ വെച്ച് എന്ത് ചെയ്തു? പിരിഞ്ഞു. ഇത് എന്തുപോലെയാണ് തോന്നിയത്? ആരുടെ തോട്ടം തന്നെയാണ്? യഹോവയുടെ തോട്ടം പോലെയാണ് തോന്നിയത്. പക്ഷെ ആ തോന്നൽ പിന്നത്തേൽ എന്ത് ചെയ്തു? ഗന്ധകവും എന്ത് ചെയ്തു? ഗന്ധകവും തീയും വീഴുന്ന ആ പട്ടണം എന്ത് ചെയ്തു? നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ദർശനം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ലോത്തിൽ നിന്ന് വന്ന തലമുറ മോവാബ്യരും അമോര്യരും. ദർശനം നഷ്ടപ്പെട്ടു പോയ ഇതിന് ശേഷം വന്ന തലമുറയാണ് മോവാബ്യരും അമോന്യരും. ദൈവം ഒരു വിധി അവർക്ക് മേൽ എന്ത് ചെയ്തു? എഴുതി. ഈ മോവാബ്യരായിരുന്നാലും അമോന്യരായിരുന്നാലും ദൈവസന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ 10 തലമുറയ്ക്കപ്പുറത്തുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രവേശിക്കാൻ പറ്റും. ദർശനത്തിൽ വ്യത്യാസം വന്നപ്പോൾ തലമുറകൾ 10-ാം തലമുറയിലുള്ളവർക്ക് ദൈവത്തോട് ബന്ധം പുലർത്താൻ എന്ത് ചെയ്യത്തുള്ളൂ? കഴിയത്തുള്ളൂ. അബ്രഹാമിന് ദർശനം വ്യക്തമായിരുന്നത് കൊണ്ടും തല ഉയർത്തി നോക്കിയത് കൊണ്ടും ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ മഹിമയാണ് അബ്രഹാമിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്? കാണാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തെ അബ്രഹാം എന്ത് ചെയ്തു? സൂക്ഷിച്ചു. അതുകൊണ്ട് മുൻപിലേക്ക് എന്ത് ചെയ്തു? പോകാൻ കഴിഞ്ഞു. തേജോമയനായ ദൈവത്തെ അബ്രഹാമിന് ആ പ്രത്യക്ഷത കാണുവാൻ കഴിഞ്ഞത് ആ ദർശനമാണ്. ഹല്ലേലൂയ. കണ്ണുകൾ ഉയർത്തി നോക്കി. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദർശനവും അത് നിമിത്തം തൻ്റെ ജീവിതത്തിൽ പ്രതിഷ്ഠാ ജീവിതവും എന്ത് ചെയ്തു? വെളിപ്പെട്ടുകൊണ്ട് അനുസരണത്തോടുകൂടി മോരിയ മലയിൽ ഇസ്ഹാക്കിനെ കൊണ്ടുപോകുമ്പോൾ ഇസ്ഹാക്കിലൂടെ അബ്രഹാം ദർശിച്ചെന്നാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദർശനം. ഇസ്ഹാക്കിലൂടെ ആ കാലഘട്ടത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? പ്രാപിച്ചു. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചിട്ടുള്ള ദർശനം യേശുക്രിസ്തു വരുന്നതിനും ന്യായപ്രമാണം വരുന്നതിനും മുൻപ്, ഗ്ലോറി ടു ഗോഡ്, പുനരുത്ഥാനത്തെ കുറിച്ചിട്ടുള്ള ദർശനം ഇസഹാക്കിലൂടെ അബ്രഹാമിന് എന്ത് ചെയ്യാൻ പറ്റി? ഉയർത്തെഴുന്നേൽപ്പിന്റെ ദർശനം ഇസഹാക്കിലൂടെ അബ്രഹാം കണ്ടതുകൊണ്ടാണ് യാഗം അർപ്പിക്കുന്നത്. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന താൻ വിശ്വസിക്കുന്ന ദൈവം ഈ മകനെ എന്ത് ചെയ്യും? ഉയർപ്പിക്കുമെന്ന് എന്ത് ചെയ്തു? വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു സന്ദർഭം. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ദർശനം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ആൾക്കാർ ദർശനം ദർശനം എന്ന് പറയുന്നത് അവരവരുടെ ജീവിതത്തിനൊത്തവണ്ണം ദർശനം എന്ത് ചെയ്യണം? പറയണം. എന്നാൽ അതെന്തായി മാറും? ദർശനം. ജീവിതത്തിനൊത്തവണ്ണമല്ല ദർശനം, ദർശനത്തിനൊത്തവണ്ണം ആവണം ജീവിതം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇന്ന് ആൾക്കാർക്ക് താല്പര്യം എന്താണ്?
അവരുടെ ജീവിതത്തിനൊത്തവണ്ണം ദർശനം പറയുന്നവരെയാണ് അവർക്ക് താല്പര്യം. ദൈവിക ദർശനത്തിനൊത്തവണ്ണമാണ് ജീവിതം എന്ത് ചെയ്യേണ്ടത്? ക്രമപ്പെടുത്തേണ്ടത്. അവൻ ദൈവിക ദർശനം എന്ത് ചെയ്യും? കാണും. മറ്റവൻ ലോകത്തെ എന്ത് ചെയ്യും? കാണും. അവന്റെ സ്ഥിതി എന്തായി മാറും? ലോത്തിന് സംഭവിച്ച പോലെ എന്ത് ചെയ്യും? വരും. അവന്റെ തലമുറ അമോന്യരും മോവാബ്യരും 10ാം തലമുറ വരെ ദൈവസന്നിധിയിൽ കണ്ടില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദൈവം അവരെ എന്ത് ചെയ്യുന്നു? സന്ദർശിക്കുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു. ശരിയായ ദർശനം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ ആത്മപകർച്ച ഉണ്ടാകുമ്പോൾ ആത്മീയമായി ജനിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളിൽ ദൈവത്തിന്റെ ശബ്ദമുണ്ടാകും, ദൈവപ്രസാദമുണ്ടാകും. എൻ്റെ പ്രിയേ, നീ സുന്ദരി എന്നാണ്. നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. ആത്മീയ ദർശനം നഷ്ടപ്പെട്ടു പോയാൽ ലോത്തിന് സംഭവിച്ചതുപോലെയാവും. ദർശനം വളരെ പ്രാധാന്യമാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് എന്ത് ചെയ്യുവിൻ? നിങ്ങളെ തന്നെ സമർപ്പിപ്പിൻ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ എബ്രായർ 13:13 വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നാമും അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത്, പാളയത്തിനകത്തെന്താണ്? മലിനം. പാളയത്തിന് പുറത്തെന്താണ്? വേർപാട്. വിശുദ്ധി വേർപാട് പ്രാപിച്ച് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ എന്ത് ചെയ്യുക? ചെല്ലുക. കാരണം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. വരുവാനുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കുന്നത്, കാത്തിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ 50-5 വാക്യം വരുമ്പോൾ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ, അതായത് എനിക്ക് വേണ്ടി വേർപെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, എൻ്റെ അടുക്കൽ കൂട്ടുവിനെന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ആഹ്വാനം ചെയ്യുക. നമ്മൾ യാഗം കഴിച്ചോ? നമുക്ക് പകരം ആര് യാഗമായി? കർത്താവ്. ആ യാഗത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വിശ്വസിച്ച് ഉൾക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് നിയമം ചെയ്ത് വിശുദ്ധ ജീവിതത്തിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ കൂട്ടിച്ചേർക്കുന്ന ഒരു സമയം അനധിവിദൂര ഭാവിയിൽ എന്ത് ചെയ്യും? സംഭവിക്കും. അതുകൊണ്ട് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. എഫേഷ്യൻസ് ലേഖനം 4-ാമത്തെ അധ്യായം 22 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ ചതിമോഹങ്ങളാൽ, അപ്പൊ മോഹങ്ങൾ എന്ത് ചെയ്യും? ചതിക്കും. ആമേൻ. ജഡത്തിന്റെ മോഹം ചതിക്കും, ലോകമോഹം ചതിക്കും. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ എന്ത് ചെയ്യണം? പുതുമനുഷ്യൻ പുറത്തു വരണം. ഉള്ളിലെ ആത്മാവുണ്ടെങ്കിൽ, നിങ്ങൾ പുതുക്കം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ദർശനം പുതുക്കം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഉള്ളിൽ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് പുറത്തു വരും. ആ പുറത്തു വരുന്നത് പുതുമനുഷ്യനെ കൊണ്ട് പുറത്തു വരും. പഴയ ആളല്ലല്ലോ ഇത്. വ്യത്യാസം കാണുന്നു. വാക്കിൽ വ്യത്യാസം, പ്രവൃത്തികളിൽ വ്യത്യാസം, ഇടപെടലുകളിൽ വ്യത്യാസം, എല്ലാ കാര്യത്തിലും എന്ത് സംഭവിച്ചിരിക്കുന്നു? വ്യത്യാസം. കാര്യം എന്താ? ഉള്ളിൽ ഒരു സമയത്തിൽ ഉള്ളിൽ പ്രാപിച്ചിരുന്ന ആത്മാവ് ആരും എന്ത് ചെയ്യുന്നില്ല? അറിഞ്ഞിരുന്നില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ളിൽ പ്രാപിച്ചിരുന്ന ആത്മാവ് പുതുമനുഷ്യനെ കൊണ്ട് പുറത്തെന്ത് ചെയ്തു? വന്നു. അതാണ് അവിടെ പറയുന്നത്. പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ വചനത്തിൽ കാണും. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച്, വീണുപോയ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വീണുപോയ വികാരങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വീണുപോയ ഇച്ഛാശക്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വീണുപോയ തീരുമാനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ, അതെല്ലാറ്റിനും എന്തുണ്ടായി? മാറ്റമുണ്ട്. പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ എന്ത് ചെയ്തു? പുറത്തു വന്നു. അതുകൊണ്ടാണ് രമ്യാവിൽ പറയുന്നത് 10:2 പറയുന്നു, നിങ്ങൾ ജാതികളുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? യാത്ര ചെയ്യരുത്. ജാതികളുടെ വഴി നിങ്ങൾ എന്ത് ചെയ്യരുത്? പഠിക്കരുത്. ലോകത്തിൻ്റെ വഴികളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? യാത്ര ചെയ്യരുത്. പുറകിൽ നിന്നൊരു ശബ്ദം നിങ്ങൾക്ക് എന്ത് ചെയ്യും? കേൾക്കും. ദൈവത്തിൻ്റെ ആത്മാവാണ് അത് സംസാരിക്കുന്നത്. വഴി ഇതാകുന്നു, ഇതിലെ നീ എന്ത് ചെയ്യുക? നടന്നുകൊള്ളുക. താഴ്മയുള്ളവർക്കോ ദൈവം തൻ്റെ കൃപ പകരുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം തൻ്റെ വഴി
വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കണ്ണുമായി ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഉടമ്പടി ചെയ്തു. ഹല്ലേലൂയ. ലോകമനുഷ്യൻ പാപം കണ്ടെന്ത് ചെയ്യാണ്? രസിക്കുന്ന കണ്ണാണ്. ദൈവസഭയുടെ കണ്ണ് ദൈവത്തോട് എന്ത് ചെയ്യണം? ഉടമ്പടി ചെയ്യുമ്പോൾ. കാരണം കണ്ണിൽ ദൈവം എന്ത് ചെയ്യും? നോക്കുന്ന. ഹല്ലേലൂയ. കണ്ണിൽ മണവാളൻ ആകർഷിച്ചു. മണവാട്ടിയുടെ കണ്ണിൽ മണവാളന്റെ കണ്ണുടക്കി. അവൻ പ്രമോദിച്ചു, അവളെ പ്രകീർത്തിച്ചു. അവളെ എനിക്ക് സ്വന്തമാക്കണം. Glory to God. Hallelujah. Hallelujah. Glory to God. Hallelujah. കർത്താവ് ആകർഷിക്കപ്പെടുന്ന ഒരു വഴിയേ ഉള്ളൂ. ശുദ്ധീകരണം പ്രാപിക്കുക, ആത്മീയ ദർശനമുള്ളവരായി തീരുക, ആത്മീയ കാഴ്ചപ്പാട് ഉണ്ടാവുക. കണ്ണ്. നെഹമ്യാവിന്റെ പിതാവ് ബെരഖ്യാവിന്റെ കണ്ണ് തീഷ്ണതയുള്ളത്. ഹല്ലേലൂയ. ബെരഖ്യാവിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല, നെഹമ്യാവിനെ എല്ലാവർക്കും അറിയാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കണ്ണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചോ? അവൻ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനായി വരുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശൗലിന്റെ കണ്ണ് ദാവീദിനെ നോക്കുമ്പോൾ അസൂയുള്ള കണ്ണായി മാറി. ആ അസൂയുള്ള കണ്ണ് നിമിത്തം ശൗലിനെ പിന്നെ എന്ത് ചെയ്യണം? ദാവീദിനെ കൊന്നുകളയാം. എന്തുകൊണ്ടാണ് ശൗലിന്റെ കണ്ണ് അസൂയ നിറഞ്ഞതായി തീർന്നത്? ജനം എന്ത് ചെയ്തു? ആർത്തപാടി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. അസൂയയിൽ ഉണ്ടായി. ശൗലിന് ഒരു കാലത്തിൽ എന്ത് ലഭിച്ചിരുന്നു? ആത്മാവ് ലഭിച്ചിരുന്നു, അധികാരമുണ്ടായിരുന്നു, സിംഹാസനമുണ്ടായിരുന്നു, കിരീടമുണ്ടായിരുന്നു. ഈ കണ്ണ് നിമിത്തം എന്ത് സംഭവിച്ചു? കിരീടം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നത്, ആ രാജകീയത്തിന്റെ കിരീടം, ആ അധികാരം നഷ്ടപ്പെടുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിലെ ദർശനം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ശമൂവേൽ പറഞ്ഞത് എന്താണ്? ദൈവം പറഞ്ഞിട്ട് വന്നതിനപ്പുറത്തേക്ക് നീ ചില കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നീ മറച്ചു വെച്ച് നീ ചെയ്തിരിക്കുന്നു. ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം എന്താണ്? അപ്പോൾ ശൗല് പറയുന്നത് എന്താണ്? അത് ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മൃഗങ്ങളുടെ ശബ്ദമാണ്. അങ്ങനെ ദൈവം ആജ്ഞാപിച്ചിരുന്നുവോ? ഇല്ല. മാനുഷികമായ ചിന്തയിലൂടെ എന്ത് ചെയ്യുന്നു? അവിടെ ആ കാര്യം ചെയ്തപ്പോൾ ദൈവം ശൗലിനെ എന്ത് ചെയ്യുന്നു? ആ രാജസ്ഥലത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നീക്കുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് പകരം കള്ളപ്രവാചകിയോട് എന്ത് ചെയ്യുന്നു? ആലോചന ചോദിക്കുന്നു. ആലോചന ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ദൈവം നൽകിയിരിക്കുന്ന രാജകീയ അധികാരത്തിന്റെ മഹത്വം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ദർശനം മങ്ങിപ്പോയപ്പോൾ ശൗലിന്റെ കണ്ണെന്ത് ചെയ്തു? അസൂയ നിറഞ്ഞതായി തീർന്നു. തന്നിമിത്തം എന്ത് ചെയ്യണം? ദാവീദിനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. സിംഹാസനം നഷ്ടപ്പെട്ടു, കിരീടം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള മാത്രമല്ല, ശൗലിന്റെ മേൽ എന്ത് ചെയ്തു? ദുരാത്മാവ് കയറി. ഈ കാര്യങ്ങളെല്ലാം ദാവീദും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ പാപം കടന്നപ്പോൾ ഒരു ചാപിള്ളയെ പോലെ ദാവീദ് എന്ത് ചെയ്യുന്നു? ആയിത്തീരുമ്പോൾ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുതേ? എടുക്കരുതേ. കാരണം എന്താണ്? ശൗലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എടുത്തത് ദാവീദ് എന്ത് ചെയ്തു? കണ്ടിരുന്നു. പിന്നെ ശൗലിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആർക്കറിയാം? ദാവീദിനറിയാം. അതുകൊണ്ടാണ് ദൈവത്തോട് അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്, ശൗലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എടുത്ത ദുരാത്മാവ് കയറിയതുപോലുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എന്ത് ചെയ്യരുത്? എടുക്കരുത്. എടുത്താലോ ദുരാത്മാവ് കയറും. കയ്യിന്റെ മേലും ദുരാത്മാവ് എന്ത് ചെയ്തു? കയറി. കാര്യം എന്താണ്? അനുജന്റെ മേൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. ഹാബേലിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അവന്റെ കണ്ണിൽ എന്ത് ചെയ്തു? കോപമുണ്ടായി. ഗ്ലോറി ടു ഗോഡ്. അത് എന്ത് ചെയ്തു? കൊലപാതകനാക്കി എന്ത് ചെയ്തു? മാറ്റി. അവനിൽ ദുരാത്മാവ് എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനല്ല കൊലപാതകനാകുന്നു. 1 യോഹന്നാൻ 3:15 അത് പറയുന്നു, യാതൊരു കൊലപാതകനും
നിത്യജീവൻ ഉള്ളിൽ എന്ത് ചെയ്യില്ല, വസിച്ചിരിപ്പില്ല. അതുകൊണ്ട് സകല ദോഷങ്ങളും വിട്ടെന്ത് ചെയ്യണം, ദൈവജനം ഓടണം. നല്ല പോർ എന്ത് ചെയ്യണം, പൊരുതണം. ഓട്ടം തികയ്ക്കണം, വിശ്വാസത്തെ കാക്കണം, വിശുദ്ധിയുടെ സൗന്ദര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമാക്കണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ആവർത്തിച്ച് കഴുകൽ പ്രാപിക്കണം. വചനത്താൽ ആവർത്തിച്ച് കഴുകൽ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനാൽ ആവർത്തിച്ച് കഴുകൽ പ്രാപിക്കണം. കർത്താവേ, ഞങ്ങളുടെ ദർശനം എന്ത് ചെയ്യരുതേ, മങ്ങിപ്പോകരുതേ. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അവൻ്റെ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ ദൈവം ഈ ഭൂമിയിൽ ഇന്നും എന്ത് ചെയ്യുന്നു, പ്രത്യക്ഷപ്പെട്ടവനായി തന്നെ ഉണ്ട്. എന്നാണ് ആ പ്രത്യക്ഷത മാറ്റപ്പെടുന്നത്? ദൈവസഭ എടുക്കപ്പെടുന്നതോടുകൂടി ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത പിന്നെ ഇല്ല. അവനെ കണ്ടെത്താവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുവിൻ, അവനെ കണ്ടെത്തുവിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുവിൻ, അന്വേഷിപ്പേൻ. അവൻ്റെ പ്രത്യക്ഷത, ദൈവത്തിൻ്റെ പ്രത്യക്ഷത അപ്രത്യക്ഷമാകാൻ പോകുന്നത് അവൻ്റെ വരവിൽ. അതുവരെയും ദൈവസഭയിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടാകും. ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ സ്വന്തം കൈ തൊട്ടതും ഞങ്ങളുടെ ചെവി കേട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. അപ്രത്യക്ഷമായില്ല, പിന്നീട് പ്രത്യക്ഷമാകപ്പെട്ട നിത്യജീവൻ ഇതുവരെയും അപ്രത്യക്ഷമാകപ്പെട്ടിട്ടില്ല. ദൈവം പ്രത്യക്ഷമായപ്പെട്ടവനാണ്. അവൻ അപ്രത്യക്ഷമാകുന്നത് കർത്താവിൻ്റെ വരവിൽ. അതിനു മുമ്പ് ദൈവത്തിൻ്റെ സഭ എന്ത് ചെയ്യണം, ആ വിശുദ്ധീകരണം പ്രാപിച്ച്, ഒരുക്കം പ്രാപിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച്, നവീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മൾ തയ്യാറാവുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.